ഇതുപോലെ കുറേ ബാഗേജസ് നമ്മളെല്ലാവരും കൊണ്ട് നടക്കാറില്ലേ? പാസ്റ്റിലെ ചില ബ്രേക്കപ്പുകളുടെ ആവാം, ഫെയിലിയേഴ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ റൂഡായിട്ട് പെരുമാറിയ ഒരു റിലേറ്റീവോ, നമ്മുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയ ഒരടുത്ത സുഹൃത്തോ എന്തോ ആവാം. എന്നാൽ ഈ ബാഗേജസ് ചുമന്നുകൊണ്ട് നടക്കും തോറും നമ്മുടെ ഈ MCF ഫില്ലായിരിക്കുന്ന പോലെ നമ്മുടെ മെൻ്റൽ സ്പേസ്, നമുക്ക് ഒരേ സമയത്ത് ചിന്തിക്കാൻ പറ്റുന്ന നമ്മുടെ മനസ്സിനുള്ളിലെ സ്ഥലം മുഴുവൻ ഇത്തരം തോട്ട്സും ബാഗേജസും കയ്യേറുകയാണ്. നിങ്ങൾ ഈ ക്ലട്ടർ ഫ്രീ എൻവയോൺമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് നന്നായിട്ട് നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് മാറണം എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിൽ ഇത്തരം ബാഗേജ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസവും ഡെസിഷൻ എടുക്കാം, അവരോട് ക്ഷമിക്കാനും ക്ഷമിക്കുന്നതിനോടൊപ്പം മറക്കാനും. ഈ ബാഗേജ് കൊണ്ടു നടക്കുന്നതിൻ്റെ നഷ്ടം, അതുകൊണ്ടുള്ള നടുവേദന നമുക്ക് മാത്രമായിരിക്കും ഓർക്കുക. ഈ ബാഗേജസ് മാറ്റിവെക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ വർഷങ്ങളായിട്ട്, പലപ്പോഴും പതിറ്റാണ്ടുകളായിട്ട് നമ്മളോടൊപ്പമുള്ള ബാഗേജസ് ആവും. പക്ഷെ അത് മാറ്റിവെച്ചൊന്ന് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ ആ കാര്യത്തിന് സാധിക്കും. ആക്ഷൻ സ്റ്റെപ്പുകൾ: നിങ്ങൾ ക്ഷമിക്കാൻ പറ്റാതെ പോയ കുറച്ച് പേരോട് ഇന്ന് തന്നെ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നല്ലൊരു വഴിയാണ് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ബാഗേജ് സമ്മാനിച്ച ആളുകളുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആ ലിസ്റ്റിലെ എല്ലാ പേരുകളും അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിലെങ്കിലും സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ ആ വേദനിപ്പിക്കുന്ന ഇൻസിഡൻസ് മായ്ച്ചു കളയുന്ന പ്രതിജ്ഞ എടുക്കുക. മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്.